ഇപ്പൊ ശരിക്കും ഞങ്ങളെ മനുഷ്യരായിട്ട് പരിഗണിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും പട്ടയം കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കൈവശരേഖ തരുന്നത്. ഈ മുത്തങ്ങ ഭൂമി പാരമ്പര്യമായിട്ട് കാട്ടുനായ്ക്ക പണിയ സമുദായത്തിലെ അടിയരയില്ല, കാട്ടുനായ്ക്ക പണിയ സമുദായത്തിന് പാരമ്പര്യ അവകാശമുണ്ട് ഈ മുത്തങ്ങ ഭൂമിയിൽ. ഗവൺമെന്റിനോട് അതിന്റെ റെക്കോർഡ് കൊണ്ടുവരാൻ നമ്മൾ ആവശ്യപ്പെട്ടു. മുത്തങ്ങയുടെ നീലഗിരി ബയോസ്ഫിയർ, വന്യമൃഗ സങ്കേതം, റിസർവ് ഫോറസ്റ്റ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. നമുക്കെതിരെ ഇത്തരം കാര്യങ്ങൾ നടത്തിയിട്ട് നമ്മൾ അവർക്കെതിരെ കൊടുത്ത ഒരു പെറ്റീഷനും ഒരു സെഷനിലും സ്വീകരിച്ചില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ നിൽക്കുന്ന, ഞങ്ങൾ വിശ്വസിച്ച ഞങ്ങളുടെ പാർട്ടി ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉണ്ടാവും എന്നുള്ള ഒരു ധാരണ, അന്ധമായിട്ടുള്ളൊരു വിശ്വാസം ആദിവാസികളുടെ ഇടയിലുണ്ടായിരുന്നു. പക്ഷെ ഈ മുത്തങ്ങ ഒറ്റ സമരത്തിലൂടെ അത് ആ സെക്കൻഡിൽ പൊട്ടിയായിട്ട് പൊട്ടിപ്പോയി എന്നുള്ളതാണ്. ഈ സമരത്തിനകത്ത്, ഈ കൊലപാതക കുറ്റത്തിനകത്ത് പ്രതിയായിട്ടുള്ള ആളുകൾ ആ മുത്തങ്ങ പോലും കണ്ടിട്ടില്ല. ആദിവാസി എന്ന് പേരുള്ള മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണുന്നവരൊക്കെ പോലീസിന്, അവരിനി കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാരെന്ന് പറയുന്ന ആളുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവരെ പിടിപ്പിച്ച് അവരെ പോലീസിന്റെ മർദ്ദനം ഏൽപ്പിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടിയെന്നോ പ്രായമുള്ളവരെന്നോ ഒന്നും നോക്കാതെയാണ് പോലീസിന്റെ അഴിച്ചുവിട്ട പോലെയുള്ള ഒരു നരനായാട്ടാണ് ശരിക്കും അവിടെ നടന്നത്. സെക്രട്ടേറിയറ്റ് സമര നടന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ കേരളത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആദിവാസികളും ആ സമരത്തിനകത്ത്, അത് ആരും പോയി പറഞ്ഞിട്ടല്ല, അവരറിഞ്ഞിട്ട് സ്വയം വരിക ചെയ്ത്. അങ്ങനെ വന്ന് പങ്കെടുത്തപ്പോ ഈ ആളുകളെല്ലാം ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അന്ന് ഗോത്രമഹാസഭ ഉണ്ടാക്കുന്നത്. ഗോത്രമഹാസഭ ഉണ്ടാക്കുന്നത് തിരുവനന്തപുരം വൈലോപ്പള്ളി ഹാളിൽ വെച്ചിട്ടാണ് ഗോത്രമഹാസഭയ്ക്ക് രൂപം കൊടുക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഗോത്രമഹാസഭ ഉണ്ടാക്കിയത്. കേരളത്തിലുള്ള എല്ലാ ആദിവാസികളും ഗോത്രമഹാസഭയിൽ വരാം. എല്ലാവർക്കും, എല്ലാ ആളുകൾക്കും ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാം. ST വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും. അങ്ങനെ എല്ലാ 36 വിഭാഗ ആദിവാസികളുടെ ഒരു അംബർല പ്ലാറ്റ്ഫോം പോലെയാണ് ഗോത്രമഹാസഭ. ഇപ്പോൾ കേരളത്തിൽ 36 വിഭാഗമാണല്ലോ ഉള്ളത്, അത്ര ആളുകളുടെ. ആളുകള് എല്ലാ മനുഷ്യരെയും പോലെ ജീവിക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ടാവുക. ഇപ്പോ നമ്മളെ ഒരു 2ാം തര പൗരനായിട്ടോ അല്ലാത്ത ആളുകളായിട്ടോ മാറ്റി നിർത്താതിരിക്കുക. ഒരാൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവ് അയാൾക്ക് ഉണ്ടാവുക. അയാൾ സ്വതന്ത്രനും സ്വയാശ്രയനും ആവണം. ഓരോ വ്യക്തികളും സ്വതന്ത്രരും സ്വയാശ്രയരുമാവണം. അവരെ തന്നെ അവരെ ആശ്രയിക്കണം. അതാണ് ശരിക്കും ഗോത്രമഹാസഭയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം. ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത്. ഇപ്പോ ഗോത്രമഹാസഭയിലുള്ള മുഴുവൻ ആളുകളെയും സ്വയാശ്രയരും സ്വതന്ത്രരും ആക്കാനാണ് ഗോത്രമഹാസഭ ഇപ്പോഴും ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവർ സ്വയാശ്രയനും സ്വതന്ത്രനും ആവുമ്പോൾ അവർ സ്വന്തമായിട്ട് തീരുമാനം എടുത്തിട്ട് അവരുടെ തീരുമാനത്തിലേക്ക് അവർ മാറുന്നു. അപ്പൊ ഗോത്രസഭയിൽ അവർ നിന്നില്ലെങ്കിലും പ്രശ്നമില്ല. അവരെ സ്വയാശ്രയനും സ്വതന്ത്രനും ആക്കി അവർ മാറുക. അവരുടെ സ്വന്തം കാര്യം അവർ തന്നെ ചിന്തിക്കുക, ചെയ്യുക, തീരുമാനിക്കുക. അതിലേക്ക് അവരെ പ്രാപ്തരാക്കി കൊണ്ടുവരിക. ഇതാണ് ഗോത്രമഹാസഭയുടെ ഉദ്ദേശം. ഒറ്റവാക്കിൽ പറഞ്ഞ സ്വതന്ത്രനും സ്വയാശ്രയനും അവര് തന്നെ. അവരെ തന്നെ ആശ്രയിക്കണം. വേറെ ഒരാളെയല്ല അവരെ ആശ്രയിക്കേണ്ടത്. ഞാൻ ആശ്രയിക്കേണ്ടത് എന്നെ തന്നെയാണ്, വേറെ ഒരാളെയല്ല. അങ്ങനെ സ്വതന്ത്രനും സ്വയാശ്രയനും ആകുക.
എല്ലാ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും ജീവിക്കുന്ന പോലെ ഞങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശവും സംവിധാനവും ഉണ്ടാക്കുക, ഞങ്ങളെ മനുഷ്യരായിട്ട് പരിഗണിക്കുക. ഇപ്പൊ ശരിക്കും ഞങ്ങളെ മനുഷ്യരായിട്ട് പരിഗണിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും പട്ടയം കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കൈവശരേഖ തരുന്നത്. യഥാർത്ഥ മനുഷ്യർക്ക് കൊടുക്കുന്ന പോലെ ഞങ്ങളെ ആ കൂട്ടത്തിലെ മനുഷ്യരാണെങ്കിൽ ഞങ്ങൾക്കും തരണല്ലോ പട്ടയം. അതില്ലല്ലോ ശരിക്കും. അങ്ങനെ ഒരു രണ്ടാം തര പൗരനായിട്ട് ഞങ്ങൾ മാറ്റരുത്. ഗോത്രമഹാസഭ ഇനിയും ചെയ്യുന്നത് അത് തന്നെ. ഇപ്പോ പരമാവധി എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസം ഉണ്ടാവുക, എല്ലാ ആളുകളെ പോലെയും ജീവിക്കുക, എല്ലാ ആളുകളെ പോലെ അവർക്കും ജോലി. ഇപ്പൊ എല്ലാവർക്കും ജോലി കിട്ടണം എന്നല്ല, നല്ല സാമർഥ്യത്തോടെ പഠിച്ച് മിടുക്കരായിട്ട് വരുന്ന ആളുകൾക്ക് കിട്ടണം. അത് ചിലപ്പോൾ ഈ കൂട്ടത്തിൽ 10 പേരായിരിക്കും, ആ 10 പേർക്ക് കിട്ടണം. ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങനെ പഠിച്ച് മിടുക്കരായിട്ട് വരാനുള്ള കഴിവുണ്ടായിട്ടില്ല, അതുകൊണ്ട് അവർക്ക് കിട്ടിയില്ല. അതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോ അങ്ങനെ ഒരു സ്ഥലത്തുനിന്നും അങ്ങനെ ആളുകൾ ഈ മനുഷ്യരുടെ പ്രാഥമിക സംവിധാനം എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവണം. അതില്ലാത്ത ഒരു അവസ്ഥ ആവരുത്. ഇപ്പൊ ശരിക്കും ഞങ്ങളെ മനുഷ്യരായിട്ട് പരിഗണിക്കുന്നില്ല. ഇപ്പോ വോട്ടിന്റെ കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ ഇന്ത്യൻ പൗരത്വം അവിടെ മാത്രമാണ് ഞങ്ങൾക്ക് പൗരത്വ തുല്യമായിട്ടുള്ളത്. വേറെ ഒരു സ്ഥലത്തും ഞങ്ങൾക്കില്ല. മുത്തങ്ങ ഒരു സമരഭൂമിയായിട്ട് തിരഞ്ഞെടുക്കുന്നതിന്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. മുത്തങ്ങ എന്ന് പറയുന്ന ആ ഭൂമി 2003 കൊച്ചിയിൽ വെച്ചൊരു ഇന്റർനാഷണൽ മീറ്റ് നടക്കുന്നുണ്ടായിരുന്നല്ലോ. അതിൽ വെച്ചിട്ട് ഈ മുത്തങ്ങ ഭൂമി കേരള ഗവൺമെന്റ് വിൽക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരുന്നു. അവിടെ കൊച്ചിയിൽ നടക്കുന്ന മീറ്റിങ്ങിൽ വെച്ച് വിൽക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്, ഈ മുത്തങ്ങ ഭൂമി പാരമ്പര്യമായിട്ട് കാട്ടുനായ്ക്ക പണിയ സമുദായത്തിലെ അടിയരയില്ല, കാട്ടുനായ്ക്ക പണിയ സമുദായത്തിന് പാരമ്പര്യ അവകാശമുണ്ട് ഈ മുത്തങ്ങ ഭൂമിയിൽ. ഈ ആദ്യകാലങ്ങളിൽ ഈ മുത്തങ്ങയുടെ മുഴുവൻ പ്രദേശത്തും ഈ പണിയരും കാട്ടുനായ്ക്കരുമാണ് ജീവിച്ചിരുന്നത്. അവരെ അവിടുന്ന് കുടിയേർക്കുക ചെയ്തത് ഈ മുത്തങ്ങ ഭൂമിയിൽ നിന്ന്. മുത്തങ്ങ ഭൂമിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നത് അവര് താമസിച്ചിരുന്നത്. അവിടെ അവര് താമസിച്ചിരുന്നതിൻ്റെ ആയിട്ടുള്ള കാവുകളും കുറെ സാധനങ്ങൾ അവിടെ ഉണ്ട്. കുളിയൻ കാവുണ്ട്, തമ്പുരാട്ടി കാവുണ്ട്, അങ്ങനെ കുറെ കാവുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അവര് ആദ്യ ആചാരം നടത്തിയിരുന്നത് ഈ കാട്ടുനായ്ക്ക പണിയ സമുദായത്തിലുള്ള ആളുകൾ, അതിനകത്ത് ജീവിച്ചിരുന്ന ആളുകൾ. അവരെ അവിടുന്ന് കുടിയിറക്കിയിട്ടാണ് ആ ഭൂമി ഗവൺമെന്റ് പിടിച്ചെടുക്കുന്നത്. പിടിച്ചെടുത്തതിന് ശേഷം അത് വെർളയ്ക്ക് യൂക്കാലിപ്സിന് വേണ്ടി ലീസിന് കൊടുക്കുക ചെയ്തത്. ആ ഭൂമി ലീസിന് കൊടുത്തിട്ട് വെർള 10-14 വർഷത്തോളം ലീസ് അടയ്ക്കാതിരിക്കുകയും കൂടി ചെയ്യുന്ന സമയമാണ് 2003 ഈ സമയത്ത്. ആ ഭൂമിയിൽ ആദിവാസികൾക്ക് പാരമ്പര്യ അവകാശമുണ്ട്, കാട്ടുനായ്ക്ക പണിയ സമുദായത്തിലുള്ള ആളുകൾക്ക്. ഇത് പിന്നെ വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ടിനകത്ത് ഉൾപ്പെട്ട ഭൂമിയുമാണ് മുത്തങ്ങ. വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ടിൽ ഉൾപ്പെട്ട 12,000 ഏക്കർ ഭൂമിയാണ് മുത്തങ്ങയിലുള്ളത്. ഈ 12,000 ഏക്കർ ഭൂമി മുത്തങ്ങയിൽ വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ഉള്ളതിൽ 6,000 ഏക്കർ ഭൂമി ഈ വ്യവസ്ഥ അനുസരിച്ച് നിരുപാധികം ആദിവാസികൾക്ക് കൊടുക്കേണ്ടതാണ്. മുത്തങ്ങ ഭൂമിയിൽ നിരുപാധികം കൊടുക്കണം. 12,000 ഏക്കർ ഉള്ളതിൽ 6,000 ഏക്കർ 5 ഏക്കർ വെച്ച് ഒരു കുടുംബത്തിന് കൊടുക്കണം. അങ്ങനെ ഒരു അവകാശം അതിനകത്തുണ്ട്. ഇങ്ങനെയുള്ള ഭൂമിയാണ് അത്. ശരിക്കും റിസർവ് ഫോറസ്റ്റോ വന്യമൃഗ സങ്കേതമോ നീലഗിരി ബയോസ്ഫിയറോ ഒന്നുമല്ല മുത്തങ്ങ ഭൂമി. ആദിവാസികളുടെ പാരമ്പര്യ അവകാശ ഭൂമിയാണ്. വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ടിനകത്ത് ഉൾപ്പെട്ട ഭൂമിയാണ്. അതിനകത്ത് 12,000 ഏക്കർ ഭൂമിയുണ്ട്. ഈ 12,000-ൽ 6,000 ഏക്കറോളം ആദിവാസികൾക്ക് വിട്ടുകൊടുക്കേണ്ടതുമാണ്. അങ്ങനെയുള്ള ഭൂമിയും കൂടിയാണത്. അപ്പോൾ ഈ ഭൂമി ആദിവാസികൾക്ക് അവകാശപ്പെട്ട ഭൂമി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനകത്ത് കയറുന്നത്, മുത്തങ്ങ ഭൂമി കയറുന്നത്. അപ്പോൾ ഇത്
എല്ലാരും പൊതുവെ പുറത്തു പറഞ്ഞത് അത് റിസർവ് ഫോറസ്റ്റ് ആണ്, വന്യമൃഗ സങ്കേതമാണ്, അതുകൊണ്ട് ആദിവാസികൾ മൊത്തം കാട് നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആളുകൾക്കെതിരെ, ആദിവാസികൾക്കെതിരെയുള്ള കേസും വെടിവെപ്പും പ്രശ്നമൊക്കെ ഉണ്ടായത്. അങ്ങനെയല്ല ശരിക്കും. അത് ഇപ്പോഴും ആളുകൾ അറിയുന്നത് അത് റിസർവ് ഫോറസ്റ്റ് എന്ന പേരിലാണ്. റിസർവ് ഫോറസ്റ്റ് അല്ല അത്. 600ഓളം ഞങ്ങളുടെ പേരിൽ കേസെടുത്തു. മുത്തങ്ങയിൽ കയറിയ 600ഓളം സ്ത്രീകളും പുരുഷന്മാരുടെ പേരിലാണ് ഫോറസ്റ്റ് ക്രൈമിൽ കേസെടുത്തത്. 600ഓളം പേരുടെ പേരിലാണ് കേസെടുത്തത്. 600ഓളം പേരുടെ പേരിലെടുത്ത കേസ് അത് എന്താ, റിസർവ് ഫോറസ്റ്റ് കയ്യേറി മരം മുറിച്ചു, അത് വന്യമൃഗ സങ്കേതമാണ്, നീലഗിരി ബയോസ്ഫിയർ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആക്ട് വെച്ചിട്ടാണ് ഞങ്ങൾക്കെതിരെ 14 കേസ് രജിസ്റ്റർ ചെയ്തത്. 14 കേസാണ് രജിസ്റ്റർ ചെയ്തത് 600ഓളം ആളുകളുടെ പേരിൽ. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് അവസാനം കോടതിയിൽ കേസായി. കേസായ സമയത്ത് നമ്മൾ വക്കീലിനെ വെച്ച് കേസ് നടത്തി. ഗവൺമെന്റിനോട് അതിന്റെ റെക്കോർഡ് കൊണ്ടുവരാൻ നമ്മൾ ആവശ്യപ്പെട്ടു. മുത്തങ്ങയുടെ അവര് നീലഗിരി ബയോസ്ഫിയർ, വന്യമൃഗ സങ്കേതം, റിസർവ് ഫോറസ്റ്റ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. ആ റെക്കോർഡ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടപ്പോ ഗവൺമെന്റ് അന്ന് കോടതി കൊണ്ടുവന്ന റെക്കോർഡ് വെർളയ്ക്ക് യൂക്കാലി പ്ലാന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ലീസ് പീരീഡ് മുടങ്ങിയ ഒരു ഭൂമി, പിന്നെ കേന്ദ്ര ഗവൺമെന്റിന് ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇത് റിസർവ് ഫോറസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള രേഖ മാത്രമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു രേഖയില്ല. ശരിക്കും അവര് ഈ ഫോറസ്റ്റുകാർക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാം അവർക്കെതിരെ. പക്ഷേ നമ്മൾ ഇതെല്ലാം എടുത്ത് നശിപ്പിച്ചു എന്ന് പറഞ്ഞ് മൊത്തം നാട്ടുകാരെ, ഇപ്പൊ ആദിവാസി അല്ലാത്ത മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി അന്ന് ഒന്നിച്ചു നിന്നു. അന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരുമിച്ച് നിന്ന് നമുക്കെതിരെ ആയതുകൊണ്ട് നമുക്കെതിരെയുള്ള ആക്രമണമാണ് അവിടെ നിരന്തരമായിട്ട് നടന്നത്. സ്ത്രീകളും പുരുഷന്മാരോ പ്രായമുള്ളവരോ കുഞ്ഞുങ്ങളോ ഒന്നും നോക്കാതെ ഉള്ള പോലീസിന്റെ നരനായാട്ടാണ് ശരിക്കും അവിടെ മുത്തങ്ങയിൽ നടന്നത്. അപ്പോൾ നമുക്കെതിരെ ഇത്തരം കാര്യങ്ങൾ നടത്തിയിട്ട് നമ്മൾ അവർക്കെതിരെ കൊടുത്ത ഒരു പെറ്റീഷനും ഒരു സെഷനിലും സ്വീകരിച്ചില്ല. ബത്തേരി കോടതിയിൽ നമ്മൾ എല്ലാവരും പെറ്റീഷൻ കൊടുത്തു, ഒരു കേസും എടുത്തിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷന് നമ്മൾ എല്ലാവരും കേസ് കൊടുത്തു, ആ കേസും എടുത്തിട്ടില്ല. അവര് നമുക്കെതിരെ കൊടുത്ത കേസ് മാത്രമാണ് അവര് സ്വീകരിച്ചത്. നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു കേസും അവരെടുത്തിട്ട് പോലുമില്ല. അന്നേരം തന്നെ അതെല്ലാം വലിച്ചു കീറി ചവിറ്റുകൊട്ടയിലിട്ടു. അതാണ് നടന്നത്. ഇത് റിസർവ് ഫോറസ്റ്റും വന്യമൃഗ സങ്കേതവും നീലഗിരി ബയോസ്ഫിയറും ഒന്നുമല്ല. 1914 ബ്രിട്ടീഷുകാരുടെ ജിയോയിലാണ് കാട്ടുനായ്ക്ക പണിയ സമുദായത്തിന് പാരമ്പര്യ അവകാശം ഉണ്ടെന്ന് ആ ഭൂമി പറയുന്നത്. 1914 ബ്രിട്ടീഷുകാരുടെ ജിയോയിലാണ് പറയുന്നത്. അതുകൂടാതെ ഈ വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ച്വലി 12,000 ഏക്കറും ഇതെല്ലാം ഇതാക്കിയാലും നമുക്ക് അനുകൂലമായിട്ട് ഉള്ള ഭൂമിയാണ് ശരിക്കും. അതിനെ ജനങ്ങളെ മൊത്തം തെറ്റിദ്ധരിപ്പിച്ച്, എല്ലാ രാഷ്ട്രീയക്കാരെയും തെറ്റിദ്ധരിപ്പിച്ച് ആദിവാസി അല്ലാത്ത മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്നു. ആദിവാസികളെ മാത്രം വേർതിരിച്ചു. അത് ഒരു വലിയ ഒരു സംഭവമായിട്ടാണ് എനിക്കൊക്കെ ശരിക്കും മനസ്സിലായത്. ഇപ്പോ ആദിവാസിയായിട്ടുള്ള ആളുകൾ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. BJP-യിലുണ്ട്, കോൺഗ്രസിലുണ്ട്, മാർക്സിസ്റ്റിലുണ്ട്, വേറെ എന്തൊക്കെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ അതിലൊക്കെ ആദിവാസി ഉണ്ട്. എല്ലാത്തിലും ആദിവാസികളുണ്ട്. ഈ എല്ലാത്തിലും ഉണ്ടായിരുന്ന ആദിവാസികളാണ് അവിടെ സമരത്തിന് വന്നത്. ആദിവാസി എന്നുള്ള ഒരു ലേബലിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആദിവാസികളും ഉണ്ടായിരുന്നു. അപ്പോ ആദിവാസികൾക്കൊരു ധാരണ ഉണ്ടായി, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ഞങ്ങൾ നിൽക്കുന്ന, ഞങ്ങൾ വിശ്വസിച്ച ഞങ്ങളുടെ പാർട്ടി ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉണ്ടാവും എന്നുള്ള ഒരു ധാരണ, അന്ധമായിട്ടുള്ളൊരു വിശ്വാസം ആദിവാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ മുത്തങ്ങ ഒറ്റ സമരത്തിലൂടെ അത് ആ സെക്കൻഡിൽ പൊട്ടിയായിട്ട് പൊട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം ഈ കോൺഗ്രസിലുണ്ടായിരുന്ന, BJP-യിലുണ്ടായിരുന്ന, മാർക്സിസ്റ്റിലുണ്ടായിരുന്ന, മറ്റു പാർട്ടിയിലുണ്ടായിരുന്ന ആദിവാസിനൊക്കെ ഇവനൊക്കെ ആദിവാസി എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് ഭീകരമായിട്ട് മർദ്ദിപ്പിക്കുകയും അവരുടെയൊക്കെ പേരിൽ കേസാക്കുകയും ചെയ്തു.
അപ്പോഴാണ് ആളുകൾ തിരിച്ചറിയുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ട് നമുക്ക് രക്ഷകരായിട്ട് ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വലിയ തിരിച്ചറിവ് അവിടെ ആദിവാസികൾക്ക് ശരിക്കും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ശേഷവും വളരെ ശക്തമായിട്ടുള്ള സമരങ്ങൾ നടന്നത്. അല്ലെങ്കിൽ അതോടുകൂടി ആദിവാസി സമരങ്ങൾ പരാജയപ്പെട്ടു പോവായിരുന്നു. പക്ഷെ പരാജയപ്പെട്ടിട്ടില്ല. അവിടെ ആദിവാസികൾ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള വലിയൊരു തിരിച്ചറിവ് ആളുകൾക്ക്. ഇപ്പൊ നിങ്ങളൊക്കെ പാർട്ടിയുടെ കൂടെ എത്ര ഉണ്ടായാലും അവർ നിങ്ങളെ സംരക്ഷിക്കില്ല. അവരുടെ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിച്ച് അവസാനം കരിയേപ്പിലെ പോലെ വലിച്ചെറിയെന്ന് പറയുമ്പോ ഞങ്ങളെ പാർട്ടി അങ്ങനെയല്ല, ഞങ്ങളെ നോക്കും, ഞങ്ങളെ കാര്യത്തിൽ രക്ഷിക്കും, അങ്ങനെ ഒരു ആത്മവിശ്വാസം ആദിവാസികളുടെ ഇടയിൽ ഭയങ്കരമായിട്ട് അന്തമായിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഈ സമരത്തിലൂടെ ഇല്ലാതായിപ്പോയി. അതിന് പിന്നീട് വന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിലും അത് കൃത്യമായിട്ട് നമുക്ക് കാണാമായിരുന്നു. ആ സംഭവങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെയുള്ള ഒരു ഭൂമിയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഭൂമി ഇപ്പോഴും ആദിവാസികൾക്ക് കിട്ടാവുന്നതാണ്. ഈ വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ടിനകത്ത് 12,000 ഏക്കർ വന്നതിൽ 6,000 നിരുപാധികം കിട്ടണമല്ലോ. ശരിക്കും ബ്രിട്ടീഷുകാരുടെ ഈ ജിയോയിലുള്ള ഒരു പാരമ്പര്യ അവകാശം ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു ഭൂമി തന്നെയാണ് അതിന്. പക്ഷേ ഈ കേരളത്തിലെ ആദിവാസികൾ ഒരു മൂവ്മെന്റ് ആയിട്ട് വളർന്നു വരാനോ അവർ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് മുമ്പോട്ട് പോയാൽ ഇവിടെ ചില പ്രസ്ഥാനങ്ങൾക്കൊക്കെ തകർച്ച ഉണ്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടി ഇതിനെ തകർക്കേണ്ടത് അവരുടെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് അവർ എല്ലാവിധ ഫോഴ്സും എല്ലാവിധ ശ്രമങ്ങളും ആരെയൊക്കെ കൂട്ടുപിടിക്കാൻ പറ്റുമോ അവരൊക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും മുത്തങ്ങയിൽ നടന്നത്. അതൊരു വംശീയമായിട്ടുള്ള ഒരു വേർതിരിവ് തന്നെയായിരുന്നു ശരിക്കും മുത്തങ്ങയിൽ നടന്നത്. അത് ഒരു വംശീയമായിട്ട് ഈ ആളുകളെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന ഉദാഹരണം ഈ മുത്തങ്ങയിൽ ഞങ്ങൾ സമരം നടത്തിയപ്പോൾ, ഇപ്പൊ നമ്മൾ കേരളം എന്ന് പറയുന്നത് ഒരു സമരത്തിന്റെ പരമ്പരയാണ്. കേരളം കാലങ്ങളായിട്ട് സമരം ചെയ്യുന്നത് കേരളം. അപ്പോ ഇങ്ങനെ സമരത്തിന്റെ പരമ്പരയുള്ള ഒരു കേരളത്തിലെ ആദിവാസികൾ ഒരു സമരം ചെയ്തപ്പോ ഈ സമരം ചെയ്ത ആദിവാസികളെ അറസ്റ്റ് ചെയ്യുക, അവർക്കെതിരെ പോലീസ് ആക്രമണം നടത്തുക, അത് സ്വാഭാവികം എന്ന് നമുക്ക് പറയാം. പക്ഷെ കേരളത്തിൽ എവിടെയൊക്കെ ആദിവാസി കോളനി ഉണ്ടോ അവിടെയൊക്കെ പോലീസിന്റെ നരനായിട്ട് നടത്തി. അപ്പോ ഈ ഒറ്റ കാര്യം മതി വംശീയമായിട്ട് ആദിവാസികളെ തകർക്കാൻ വേണ്ടി നടത്തിയ നീക്കമാണ് അത് എന്ന് നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ അതിൽ പറയാൻ പറ്റും. അത്തരം കാര്യം എവിടെയൊക്കെ ആദിവാസി കോളനി ഉണ്ട് അവിടെയൊക്കെ പോലീസിന്റെ നരനായിട്ട് നടന്നു. ഇപ്പോ നമുക്കറിയാം, നമ്മൾ ഈ കേരളത്തിൽ തന്നെയാണല്ലോ ജനിച്ചു വളർന്നത്. എത്രയോ സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടല്ലോ. നടന്നപ്പോ ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ പോലും രക്ഷിക്കുന്ന പണിയാണ് ഇവിടുത്തെ പൊളിറ്റിക്സ് പാർട്ടികളും ഭരണാധികാരികളും ചെയ്തത്. അതങ്ങനെ നമ്മളെ രക്ഷിക്കണ്ട, നമ്മളവിടെ പോയാൽ നമ്മളെ ശിക്ഷിക്കട്ടെ. പക്ഷേ ബാക്കിയുള്ള ആളുകൾ ഇതിനൊരു ബന്ധം പോലും ഇല്ലാത്ത ആളുകളെ അടക്കം കള്ളക്കേസിൽ കൊടുക്കുകയും ജയിലിൽ അടയ്ക്കുകയും അവരുടെ കോളനികളിലൊക്കെ ഭീതി പരത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള പോലീസിന്റെ നരനായാട്ട് കേരളത്തിലുള്ള ആദിവാസി കോളനിയിലും നടത്തിയിട്ടുണ്ട്. അത് ഒരു ജാതി വിവേചനം വല്ലാത്തൊരു സാധനം അതിൽ ഉണ്ടായിട്ടുണ്ട് ഈ മുത്തങ്ങ സമരത്തിൽ. ഇപ്പോ നമുക്ക് പോലും അതൊരു പുതിയ പാഠം എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാനൊക്കെ അതിനെ ശരിക്കും മനസ്സിലാക്കുന്നത്. ഇപ്പോ ഞങ്ങളുടെ ആളുകൾ അതിനുശേഷം ഈ പല പാർട്ടിയുടെ പരിപാടികളിലേക്ക് ആളുകൾ അങ്ങനെ പിന്നെ പോയിട്ടില്ല. കാരണം അവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞ് വലിച്ചെറിയുന്നു എന്ന് തിരിച്ചറിവ് അവർക്കുണ്ടായി. നമ്മൾ പറഞ്ഞാലൊന്നും ആളുകൾ വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ ഈ സമരത്തിനകത്ത് ഈ കൊലപാതക കുറ്റത്തിനകത്ത് പ്രതിയായിട്ടുള്ള ആളുകൾ ആ മുത്തങ്ങ പോലും കണ്ടിട്ടില്ല. മുത്തങ്ങ എങ്ങനത്തതാണെന്ന് അവിടെ കാണാത്ത ആളുകൾ കൊലപാതക കേസിൽ പ്രതികളാ. ബത്തേരി ടൗണിലും പനവരം ടൗണിലും മാനന്തവാടി ടൗണിലും കണ്ട ആദിവാസിനെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തത്. ആദിവാസി എന്ന് പേരുള്ള മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണുന്നവരൊക്കെ പോലീസിന് അവരിനി കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാരെന്ന് പറയുന്ന ആളുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവരെ പിടിപ്പിച്ച് അവരെ പോലീസിന്റെ മർദ്ദനം ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും ആരുമില്ല, ആദിവാസികൾ മാത്രമുള്ള ഒരു സംഭവമായിട്ട് ഈ മുത്തങ്ങ സംഭവത്തില് അതങ്ങനെ വളരെ ഭീകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇപ്പോ ഏതൊരു സമരം നടത്തിയാലും
ആ സമരത്തിനകത്ത് ഇപ്പോ ഇത്രയധികം കൊടിയ മർദ്ദനൊന്നും ഒരു സമരത്തിലും ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അറിവിൽ നടന്നിട്ടില്ല. ഞാൻ അറിയുന്ന സമയത്ത് തൊട്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ചെറിയ കുട്ടീന്നോ പ്രായമുള്ളവരെന്നോ ഒന്നും നോക്കാതെയാണ് പോലീസിന്റെ എന്താ അഴിച്ചുവിട്ട പോലെയുള്ള ഒരു നരനായാട്ടാണ് ശരിക്കും അവിടെ നടന്നത്. ചെറിയ കുട്ടീൻ്റെയൊക്കെ തലയടിച്ച് പൊട്ടിച്ച് രക്തം ഒഴുകുന്ന കണ്ടാൽ ഇവരൊക്കെ മനുഷ്യരായിട്ട് തന്നെ പിറവിയെടുത്തതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നു. മൃഗത്തിനോട് പോലും ഇവരെ ഉപമിക്കാൻ പറ്റില്ല. മൃഗത്തിന് പോലും ഒരു സ്നേഹവും സംരക്ഷണമൊക്കെ ഉണ്ട്. അവരതിനനുസരിച്ച് ഇടപെടുള്ളൂ, കാണുള്ളൂ. മൃഗം ആരെയും അങ്ങനെ ആക്രമിക്കൊന്നും കയറി ഒന്നും ചെയ്യില്ല. അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവർ ചില പ്രകൃതങ്ങൾ കാണിക്കുന്നു, അത് നമുക്ക് ആക്രമണമായിട്ട് തോന്നുന്നു. അങ്ങനെയാണ് ശരിക്കും വരുന്നത് മൃഗത്തിന് പോലും. അതിനേക്കാളും മനുഷ്യഗണത്തിലും പറ്റില്ല, മൃഗത്തിന്റെ ഗണത്തിലും പറ്റാത്ത ആളുകളായിട്ടാണ് അന്നത്തെ ഈ സംഭവം ശരിക്കും കാണാൻ പറ്റും.